തൃശൂർ കുന്നംകുളം സ്വദേശിയായ സന്യാസി തെലങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അപകടസ്ഥലത്തെ കൂടുതൽ ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കുന്നംകുളം സ്വദേശി ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് കേരളത്തിലേക്കുള്ള യാത്രക്കിടെ മരിച്ചത്. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സ്വാമിയുടെ വീട് സന്ദർശിച്ചു. നേപ്പാളിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള യാത്രക്കിടയിൽ ബ്രഹ്മാനന്ദഗിരി സ്വാമി മരണപ്പെട്ടതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് വലിച്ചെറിയപ്പെട്ട നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ട്രെയിനിൽ നിന്നും വീണ് മരണം സംഭവിച്ചതിൻ്റെതായ ക്ഷതങ്ങളൊന്നും മൃതദേഹത്തിലില്ല. താൻ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സ്വാമി നാട്ടിലെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഇതിനുശേഷം ട്രെയിനിൽ വെച്ച് സ്വാമിയെ അപായപ്പെടുത്തിയതാവാമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ വീട്ടിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സന്ദർശനം നടത്തി. ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം കൊറോണയായിട്ട് പിന്നെ ഇവിടെ ഒരു 10 മാസത്തോളം നിന്നു. എന്നിട്ട് പിന്നെ വർക്ക് തുടങ്ങിയത്. പിന്നെ ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിന് പറയുകയൊന്നും ചെയ്യാണ്ട് പിന്നെയും പോയി. സ്വാമിയുടെ ബന്ധുക്കളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ കുമ്മനം രാജശേഖരൻ വിഷയത്തിൽ വേണ്ട ഇടപെടൽ നടത്തുമെന്നും കുടുംബത്തെ അറിയിച്ചു. സ്വാമിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി, കേരള, ഗോവ ഗവർണർമാർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, കേരള, തെലങ്കാന DGPമാർക്കും പരാതി നൽകി. ജനം, തൃശൂർ.